അറവാലിക്കുന്നുകളുടെ ഗാംഭീര്യമോ മെട്രോ നഗരങ്ങളുടെ കൃത്രിമമായ തിളക്കമോ അവകാശപ്പെടാനില്ലാത്ത ഒരിടമായിരുന്നു നവരംഗ് ബന്ദർ. എന്നാൽ പ്രകൃതി ഈ തുറമുഖ നഗരത്തിന് നൽകിയ സവിശേഷമായ ഒരു സ്വത്വമുണ്ട്. അവിടെ കാറ്റിന് എപ്പോഴും ഉപ്പിന്റെയും ഉണക്കമീനിന്റെയും ഗന്ധമാണ്. തിരമാലകൾ തീരത്തെ കരിങ്കല്ലുകളിൽ തല്ലി തകർക്കുന്ന ശബ്ദം നഗരത്തിന്റെ ഹൃദയമിടിപ്പായി നിലകൊള്ളുന്നു. ഈ തീരത്ത് പെയ്യുന്ന മഴയ്ക്ക് പോലും കടലിന്റെ കടുപ്പമുണ്ട്. നവരംഗ് ബന്ദറിലെ ഓരോ തെരുവിലും ഓരോ ചായക്കടയിലും കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ചർച്ചകൾ രണ്ട് വ്യക്തികളെ കേന്ദ്രീകരിച്ചായിരുന്നു: അബിക് സെൻ, നൈനിക ദേവ് എന്നിവർ. നഗരത്തിന്റെ മുഖഛായ മാറ്റാൻ വന്ന വികസന നായകൻ എന്നാണ് മാധ്യമങ്ങൾ അബിക് സെന്നിനെ വിശേഷിപ്പിച്ചത്. സെൻ മറൈൻ ഇൻഫ്ര എന്ന വമ്പൻ കമ്പനിയുടെ തലവൻ. കണിശമായ തീരുമാനങ്ങൾ, വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ, വിദേശത്തു നിന്നും നേടിയ ഉന്നത വിദ്യാഭ്യാസം, ഇതൊക്കെയായിരുന്നു അബിക്കിന്റെ ലേബലുകൾ. എന്നാൽ തീരദേശത്തെ ചെറ്റക്കുടിലുകളിൽ കഴിയുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് അവൻ ഒരു പേടി സ്വപ്നമായിരുന്നു. വികസനത്തിന്റെ പേരിൽ അവരുടെ ആവാസ വ്യവസ്ഥയെ പിഴുതെറിയാൻ വന്ന മരവിച്ച ഹൃദയമുള്ളൊരു വ്യവസായി. കടലിനെ വെറും ലാഭവിഹിതമായി മാത്രം കാണുന്ന ഒരാൾ എന്ന നിലയിൽ തീരദേശവാസികൾ അവനെ വെറുത്തു. മറുഭാഗത്ത് നൈനിക ദേവ് എന്ന പേര് നഗരത്തിലെ ആഡംബരങ്ങളുടെ പര്യായമായിരുന്നു. രാജ്യത്തെ ഏറ്റവും വലിയ ആരോഗ്യ ശൃംഖലയുടെ ഉടമ ദേവരാജ് ദേവിന്റെ ഏക മകൾ. കോടികളുടെ ആസ്തിയുള്ള വീട്ടിൽ ജനിച്ചു വളർന്ന നൈനിക പക്ഷേ അച്ഛന്റെ ബിസിനസ് താല്പര്യങ്ങളിൽ നിന്നും ഏറെ വ്യത്യസ്തയായിരുന്നു. മെഡിക്കൽ അഡ്മിനിസ്ട്രേഷനിൽ ഉന്നത ബിരുദം നേടിയ അവൾ ഫയലുകളിലെ കണക്കുകളെക്കാൾ മനുഷ്യരുടെ സ്പന്ദനങ്ങൾ അറിയാൻ ആഗ്രഹിച്ചു. നഗരത്തിലെ വലിയ ക്ലബ്ബുകളിലോ പാർട്ടികളിലോ അവളെ കാണാറില്ലായിരുന്നു. പകരം സാധാരണക്കാർക്ക് ചികിത്സ ലഭിക്കുന്ന സർക്കാർ ആശുപത്രികളിലെ തിരക്കുകളിലായിരുന്നു അവൾ തന്റെ സമയം കണ്ടെത്തിയത്. ഒരു സായാഹ്നത്തിൽ ദേവരാജ് ദേവിന്റെ ബംഗ്ലാവിലെ തോട്ടത്തിൽ കാപ്പി കുടിച്ചിരിക്കുമ്പോൾ അദ്ദേഹം ആ വിഷയം അവതരിപ്പിച്ചു. നൈനിക, നമ്മുടെയും അബികിന്റെയും കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധം നിനക്കറിയാമല്ലോ. അബിക്ക് വെറും ഒരു ബിസിനസ്സുകാരനല്ല, അവൻ ഒരു മിടുക്കനാണ്. നമ്മുടെ ബിസിനസ് സാമ്രാജ്യങ്ങളുടെ ഭാവി നിങ്ങളിലാണ്. ഈ വിവാഹാലോചനയെ കുറിച്ച് നിനക്ക് എന്താണ് തോന്നുന്നത്? നൈനിക അല്പനേരം നിശബ്ദമായി തന്റെ മുന്നിലെ കാപ്പിപ്പൊതിയിലേക്ക് നോക്കിയിരുന്നു. അച്ഛൻ പ്രതീക്ഷിച്ചത് അവന്റെ ആസ്തിയെക്കുറിച്ചോ ബുദ്ധിയെക്കുറിച്ചോ ഉള്ള പുകഴ്ത്തലുകളായിരുന്നു. എന്നാൽ അവൾ തലയുയർത്തി ചോദിച്ചത്, അച്ഛാ, എല്ലാവരും പറയുന്നത് അവൻ അതിസമർത്ഥനാണ് എന്നാണ്. പക്ഷെ എനിക്കറിയേണ്ടത് മറ്റൊന്നാണ്. അവൻ നല്ലൊരു മനുഷ്യനാണോ? ദേവരാജ് ദേവ് ഒന്ന് ചിരിച്ചു. വിജയിക്കുന്നവർ എപ്പോഴും എല്ലാവർക്കും നല്ലവരായിരിക്കില്ല മോളെ. ആ മറുപടിയിൽ നൈനിക തൃപ്തിയായിരുന്നില്ല. വികസനത്തിന്റെ പേരിൽ ജനങ്ങൾ അബിക്കിനെതിരെ നടത്തുന്ന സമരങ്ങൾ അവൾ പത്രങ്ങൾ കണ്ടിരുന്നു. പോലീസിനെ ഉപയോഗിച്ച് സമരക്കാരെ അടിച്ചമർത്തുന്ന വാർത്തകൾ അവളെ അസ്വസ്ഥയാക്കി. വിവാഹം എന്നത് രണ്ട് ബാലൻസ് ഷീറ്റുകൾ തമ്മിലുള്ള ലയനമല്ലെന്നും ജീവിതമാണെന്നും അവൾ വിശ്വസിച്ചു. അബിക്കിന്റെ മുഖത്തെ മാസ്ക് മാറ്റാൻ അവൾ ഒരു വഴി കണ്ടെത്തി. ഒരു ആഡംബര ഹോട്ടലിലെ ഡിന്നർ ടേബിളിൽ ഇരുന്ന് അബിക്കിനെ മനസ്സിലാക്കാൻ കഴിയില്ലെന്ന് അവൾക്ക് ബോധ്യമുണ്ടായിരുന്നു. അവിടെ അവൻ തന്റെ ഏറ്റവും മികച്ച രൂപമേ കാണിക്കൂ. അതുകൊണ്ട് തന്റെ സ്വത്വം പൂർണ്ണമായി മറച്ചു വെച്ചുകൊണ്ട് അവൾ ഒരു പരീക്ഷണത്തിനിറങ്ങി. തന്റെ വില കൂടിയ കാറുകളും ആഭരണങ്ങളും മുറിയിൽ പൂട്ടിവെച്ച് സാധാരണ കോട്ടൺ ചുരിദാർ ധരിച്ച് അവൾ ഒരു സാധാരണക്കാരിയായി മാറി. താര നസീം എന്നൊരു പുതിയ പേരും അവൾ സ്വീകരിച്ചു. തന്റെ സ്വാധീനം ഉപയോഗിച്ച് നഗരസഭയുടെ താൽക്കാലിക ദുരന്ത നിവാരണ വിഭാഗത്തിൽ ഒരു ഫീൽഡ് വർക്കറുടെ ജോലി അവൾ സംഘടിപ്പിച്ചു. കടൽ തീരത്തെ ഒഴിപ്പിക്കൽ നടപടികൾ ഏകോപിപ്പിക്കുന്നത് ഈ വിഭാഗമായിരുന്നു. അബിക്കിന്റെ പ്രൊജക്ടുകൾ നേരിട്ട് ബാധിക്കുന്ന സ്ഥലങ്ങളിലേക്ക് പോകാൻ അവൾക്ക് ഇത് അവസരം നൽകി. ആദ്യ ദിവസം തന്നെ നൈനിക എന്ന താര നസീം കേട്ടത് സങ്കടങ്ങളുടെ കടലായിരുന്നു. മത്സ്യത്തൊഴിലാളി കോളനിയിലെ ഓരോ വീട്ടിലും ഭയമായിരുന്നു. മോളെ, ഞങ്ങൾ ജനിച്ചു വളർന്നത് ഈ കടലോരത്താണ്. ഇവിടെ നിന്നും പോയാൽ ഞങ്ങൾ എന്ത് ചെയ്യും? ആ വലിയ മുതലാളിക്ക് ഇവിടെ ഹോട്ടൽ പണിയാൻ ഞങ്ങളെ കൊല്ലണമെന്നാണോ എന്ന ചോദിച്ച ഒരു വൃദ്ധയുടെ കണ്ണുനീർ നൈനിയുടെ ഹൃദയത്തിൽ തറച്ചു. ഇതിനെല്ലാം കാരണക്കാരനായ അബിക് സെന്നിനെ എല്ലാവരും ഒരു രാക്ഷസനായിട്ടാണ് ചിത്രീകരിക്കുന്നത്. കോളനികളിലെ ആവലാതികൾ കേൾക്കുമ്പോൾ അവൾക്ക് മനസ്സിലായി, അബിക് സെൻ ഒരു കരിങ്കല്ല് പോലെ തന്റെ തീരുമാനങ്ങളെ ഉറച്ചു നിൽക്കുകയാണ്. ആരെയും കേൾക്കാനോ ആരുടെയെങ്കിലും സങ്കടങ്ങൾ മനസ്സിലാക്കാനോ അവൻ തയ്യാറല്ലെന്ന് അവൾക്ക് തോന്നി. ഓരോ ഫോൺ കോളിലും ഓരോ യോഗത്തിലും അവന്റെ പേര് ഉയർന്നു വരുമ്പോൾ ഒരുതരം ശാഠ്യത്തിന്റെ രൂപമായിരുന്നു അവൾക്ക് സങ്കല്പിക്കാൻ കഴിഞ്ഞത്. കടലമ്മയേക്കാൾ വലിയൊരു ശക്തിയായി അവൻ ജനങ്ങളുടെ മേൽ അധികാരം പ്രയോഗിക്കുകയാണോ, അതോ വികസനത്തിന്റെ മറവിൽ വലിയൊരു ക്രൂരത നടക്കുകയാണോ? നവരംഗ് ബന്ദറിലെ നിഗൂഢതകൾ ഒന്നൊന്നായി പുറത്തു വരാനിരിക്കുകയായിരുന്നു. നൈനിക എന്ന താര നസീം തന്റെ അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു. അബിക്കിന്റെ അദൃശ്യമായ ജീവിതത്തിലേക്ക് അവൾ ഒരു കള്ളനെ പോലെ കടന്നു ചെല്ലുകയായിരുന്നു. എന്നാൽ അവൾ പോലും പ്രതീക്ഷിക്കാത്ത എന്തോ ഒന്ന് അബികിന്റെ ഉള്ളിൽ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് ആ ഉപ്പുകാറ്റ് അവളോട് മന്ത്രിച്ചു. സത്യം എപ്പോഴും പുറമെ കാണുന്നത് പോലെ ലളിതമാകില്ല എന്ന ബോധ്യം നൈനികയെ കൂടുതൽ ജാഗ്രതയുള്ളവളാക്കി. അബിക് സെൻ എന്ന സമസ്യയുടെ ആദ്യ അധ്യായം അവിടെ തുടങ്ങുകയായിരുന്നു.
നവരംഗ ബന്ദറിലെ ദുരിതാശ്വാസ കേന്ദ്രം ഒരു സാധാരണ ഓഫീസ് ആയിരുന്നില്ല. അത് മനുഷ്യരുടെ സങ്കടങ്ങൾ അണപൊട്ടി ഒഴുകുന്ന ഒരു അണക്കെട്ട് പോലെയായിരുന്നു. താര നസീം എന്ന വേഷത്തിൽ നൈനിക അവിടെ ചെലവഴിച്ച ഓരോ നിമിഷവും പുതിയ പാഠങ്ങളാണ് അവളെ പഠിപ്പിച്ചത്. രാവിലെ 9 മണിക്ക് ഹെൽപ്പ് ലൈൻ ഡെസ്കിൽ ഇരുന്നാൽ പിന്നെ കേൾക്കുന്നത് മുഴുവൻ നിലവിളികളാണ്. മോളെ, എന്റെ കുടി ഒഴിപ്പിക്കാൻ നോട്ടീസ് വന്നിരിക്കുന്നു. എന്റെ അപ്പൻ കഴിഞ്ഞ 3 ദിവസമായി ഉറങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞ് ഫോണിലൂടെ കരയുന്ന മുക്കുവ സ്ത്രീകളുടെ ശബ്ദം അവളുടെ കാതുകളിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. ഫയലുകളിൽ വെറും അക്കങ്ങൾ മാത്രമായിരുന്നു ജനങ്ങൾ. നൈനികയ്ക്ക് മുന്നിൽ രക്തവും മാംസമുള്ള വേദനിക്കുന്ന മനുഷ്യരായി മാറി. ഈ ദുരന്തങ്ങൾക്കെല്ലാം കാരണക്കാരൻ അബിക്സൻ എന്ന മനുഷ്യനാണെന്ന ബോധ്യം അവളിൽ അവനോടുള്ള ദേഷ്യം ഒരു കനലായി വളർത്തി. ഒടുവിൽ ഒരു പൊതുജന സമ്പർക്ക പരിപാടിയിൽ വെച്ച് അവൾ അബികിനെ നേരിട്ട് കണ്ടു. നഗരസഭാ ഹാളിൽ തിങ്ങി നിറഞ്ഞ ജനക്കൂട്ടത്തിന് നടുവിലേക്ക് അവൻ കടന്നു വന്നത് തികഞ്ഞ ആത്മവിശ്വാസത്തോടെയായിരുന്നു. ഗാംഭീര്യമുള്ള രൂപം, കണ്ണുകളിൽ ഒരു തരം മരവിച്ച ശാന്തത. ജനങ്ങൾ അവനെ കണ്ടതും ബഹളം വെക്കാൻ തുടങ്ങി. ചിലർ ആക്രോശിച്ചു, ചിലർ കരഞ്ഞു. നീ ഞങ്ങളെ കൊല്ലാൻ വന്നവനാണ് എന്നൊരാൾ വിളിച്ചു പറഞ്ഞപ്പോൾ പോലും അബികിന്റെ മുഖത്ത് ഒരു പേശിക്ക് പോലും ചലനമുണ്ടായില്ല. അവന്റെ കയ്യിലുണ്ടായിരുന്ന നീല ഫയലിലേക്ക് നോക്കി അവൻ ശാന്തനായി പറഞ്ഞു, നിങ്ങളുടെ വീടുകൾ അപകട മേഖലയിലാണ്. അടുത്ത 3 മാസത്തിനുള്ളിൽ കടൽക്ഷോഭം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിനാൽ നിങ്ങൾക്ക് ഇവിടുന്ന് മാറിയേ തീരൂ. ആ വാക്കുകളിൽ കരുണയുടെ അംശം പോലും ഇല്ലായിരുന്നു. സാറേ, കടൽ ഞങ്ങളുടെ ശ്വാസമാണ്. ആ ശ്വാസം ഒട്ടിക്കരുത് എന്ന് വിറയ്ക്കുന്ന ശബ്ദത്തിൽ ഒരു വൃദ്ധൻ പറഞ്ഞിട്ടും അബിക്ക് കുലുങ്ങിയില്ല. എനിക്ക് സമയം തരാനാകും, പക്ഷെ കാലാവസ്ഥ ഭീഷണി മാറ്റാനാവില്ല എന്നായിരുന്നു അവന്റെ മറുപടി. ഇത് കേട്ടുനിന്ന നൈനികയ്ക്ക് അവനോട് പുച്ഛം തോന്നി. ഇവനെയാണോ താൻ വിവാഹം കഴിക്കേണ്ടത്? കണക്കുകൾക്കും വികസനത്തിനും വേണ്ടി മനുഷ്യത്വത്തെ കുരുതി കൊടുക്കുന്ന ഈ കരിങ്കലിനെ എങ്ങനെയാണ് ലോകം ആരാധിക്കുന്നത്? ആ വൈകുന്നേരം അവൾ തന്റെ ഡയറിയിൽ കുറിച്ചു, അബിക്സൻ ബുദ്ധിയുള്ളവനായിരിക്കാം, പക്ഷെ അവന്റെ ഹൃദയം ശൂന്യമാണ്. എന്നാൽ അന്ന് രാത്രി നവരംഗ ബന്ദറിനെ ഞെട്ടിച്ചുകൊണ്ട് ശക്തമായ ഒരു മഴ പെയ്തു. തീരദേശത്തെ താൽക്കാലിക ലയങ്ങളിൽ വെള്ളം കയറി. ആ ബഹളത്തിനിടയിലാണ് ശ്വാസമുട്ടൽ കൊണ്ട് പിടിയുന്ന ഒരു കുട്ടിയുടെ വിവരം ദുരിതാശ്വാസ കേന്ദ്രത്തിൽ ലഭിക്കുന്നത്. ആംബുലൻസുകൾ ട്രാഫിക്കിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. എല്ലാവരും നിസ്സഹരായി നിന്ന നിമിഷം ഒരു സാധാരണ വാനിൽ ആരോ അവിടെ ഒരു ഓക്സിജൻ സിലിണ്ടർ എത്തിച്ചു. കുട്ടിയുടെ ജീവൻ രക്ഷപ്പെട്ടു. ആ സിലിണ്ടർ ആരാണ് അയച്ചതെന്ന് നൈനിക തിരക്കിയപ്പോൾ ലഭിച്ച മറുപടി വിചിത്രമായിരുന്നു. പേര് ചോദിക്കേണ്ട, മുകളിൽ നിന്നുള്ള നിർദ്ദേശമാണ് എന്ന് പറഞ്ഞ് വന്നവർ പെട്ടെന്ന് മറഞ്ഞു. ഈ സംഭവം നൈനികയെ ആശയക്കുഴപ്പത്തിലാക്കി. മുകളിൽ നിന്നുള്ള ആൾ ആരായിരിക്കും? നഗരസഭയിലെ ഉന്നത ഉദ്യോഗസ്ഥരാണോ? അതോ ജനങ്ങൾ ശപിക്കുന്ന അബിക്സൻ തന്നെയാണോ? പകൽ വെളിച്ചത്തിൽ ജനങ്ങളെ ക്രൂരമായി ആട്ടിയോടിക്കുന്ന ഒരാൾ രാത്രിയുടെ മറവിൽ അവരുടെ ജീവൻ രക്ഷിക്കാൻ ഇറങ്ങുമോ? ഈ വൈരുദ്ധ്യം കണ്ടെത്താൻ അവൾ തീരുമാനിച്ചു. നഗരസഭയിലെ പഴയ റെക്കോർഡുകളും രഹസ്യ ഫയലുകളും പരിശോധിക്കാനുള്ള അവളുടെ ശ്രമം തുടർന്നു. അവിടെയാണ് ബ്ലൂ കോറിഡോർ എന്ന പേരിൽ ഒരു രഹസ്യ പദ്ധതിയെ കുറിച്ച് അവൾക്ക് സൂചന ലഭിക്കുന്നത്. സാധാരണ വികസന ഫയലുകൾക്കിടയിൽ ഒളിപ്പിച്ചു വെച്ച ആ നീല ഫയലുകളിൽ പുനരധിവാസത്തെ കുറിച്ച് തികച്ചും വ്യത്യസ്തമായ ചില കണക്കുകൾ ഉണ്ടായിരുന്നു. പദ്ധതിയുടെ രേഖകളിൽ ഒരിടത്തും കമ്പനിയുടെ പേരുണ്ടായിരുന്നില്ല. പകരം ഒരു സ്വകാര്യ ട്രസ്റ്റിന്റെ പേരായിരുന്നു ഉണ്ടായിരുന്നത്. ആ ട്രസ്റ്റിന് ജാമ്യം നിന്നിരിക്കുന്നത് AS എന്ന ചുരുക്കപ്പേരുള്ള വ്യക്തിയാണ്. അത് അബിക്സൻ ആണെന്ന് അവൾ ഉറപ്പിച്ചു. എന്തിനാണ് അവൻ ഇത് ഒളിപ്പിച്ചു വെക്കുന്നത്? ജനങ്ങൾക്ക് മുന്നിൽ വില്ലനാകുകയും രഹസ്യമായി അവർക്ക് വീടുകളും സൗകര്യങ്ങളും ഒരുക്കുകയും ചെയ്യുന്ന ഈ ഇരട്ട മുഖത്തിന്റെ അർത്ഥം എന്താണ്? തന്റെ നിഗമനങ്ങൾ ശരിയാണോ എന്നറിയാൻ അവൾക്ക് അബികിനെ നേരിട്ട് പിന്തുടരുകയല്ലാതെ മറ്റു വഴികളില്ലായിരുന്നു. നഗരത്തിലെ ഹൈവേകൾ ഉപേക്ഷിച്ച് കടലോരത്തെ ഇടവഴികളിലൂടെ അവൻ തന്റെ വാഹനം ഓടിച്ചു പോകുന്നത് കണ്ടപ്പോൾ നൈനിക ഒരു ഓട്ടോറിക്ഷയിൽ അവനെ പിന്തുടർന്നു. ഇരുട്ടും മഴയും നിറഞ്ഞ ആ രാത്രിയിൽ അവൻ എങ്ങോട്ടാണ് പോകുന്നത്? വികസനത്തിന്റെ പേരിൽ അവൻ തകർക്കാൻ പോകുന്ന പഴയ കെട്ടിടങ്ങൾക്കിടയിൽ അവൾ എന്താണ് തിരിയുന്നത്? നൈനികയുടെ മനസ്സ് സംശയങ്ങളാൽ നിറഞ്ഞു. അവൾക്ക് മുന്നിൽ ഇപ്പോൾ 2 അബികുമാരുണ്ട്. ഒന്ന് ജനങ്ങൾ വെറുക്കുന്ന ക്രൂരനായ വ്യവസായി, മറ്റൊന്ന് രാത്രിയുടെ മറവിൽ ജീവൻ രക്ഷിക്കുന്ന അദൃശ്യനായ രക്ഷകൻ. ഇതിൽ ആരാണ് യഥാർത്ഥ അബിക്സൻ? ആ നിഗൂഢതയുടെ ചുരുളഴിക്കാൻ അവൾ തന്റെ ജീവൻ പോലും പണയപ്പെടുത്തി ആ രാത്രിയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നു. അവിടെ അവൾ കാണാൻ പോകുന്നത് തന്റെ എല്ലാ മുൻധാരണകളെയും തകിടം മറിക്കുന്ന ഒന്നായിരിക്കുമെന്ന് അവൾ അറിഞ്ഞിരുന്നില്ല. നവരംഗ ബന്ദറിന്റെ ആകാശത്ത് കാർമേഘങ്ങൾ കറുത്തുരുണ്ട് കൂടിയ ഒരു രാത്രിയായിരുന്നു അത്. നഗരത്തിന്റെ വെളിച്ചങ്ങളിൽ നിന്നും അകലെ വിജനമായ പാതയിലൂടെ അബിക്കിന്റെ വാഹനം നീങ്ങുന്നത് നൈനിക ആകാംക്ഷയോടെ പിന്തുടർന്ന്. ഒരു ഘട്ടത്തിൽ തന്റെ ആഡംബര ACV പാതയോരത്ത് ഉപേക്ഷിച്ച് അവൻ മഴക്കെട്ടിനുള്ളിൽ ശരീരം ഒളിപ്പിച്ച് കാൽനടയായി മുന്നോട്ട് നീങ്ങി. നൈനിക തന്റെ ഓട്ടോറിക്ഷ ദൂരെ നിർത്തി നിഴലായി അവനെ അനുഗമിച്ചു. നഗരത്തിന്റെ വികസന രേഖകളിൽ പോലും ഇല്ലാത്ത ഒരു പഴയ ഗോഡൌൺ മേഖലയിലേക്കായിരുന്നു ആ യാത്ര.
നശിച്ചുപോയ ഉപ്പുകുഴികൾക്കും പാതി തകർന്ന മതിലുകൾക്കും അപ്പുറം കുന്നിൻ ചെരുവിൽ അവൾ കണ്ട കാഴ്ച വിശ്വസിക്കാനാവാത്തതായിരുന്നു. നഗരത്തിന്റെ കണ്ണിൽപ്പെടാത്ത ഒരിടത്ത് ആധുനികമായ സൗകര്യങ്ങളോട് കൂടിയ ഒരു ചെറിയ ഗ്രാമം തന്നെ അവിടെ ഉയർന്നു നിൽക്കുന്നു. പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്കായി നിർമ്മിച്ച സുരക്ഷിതമായ വീടുകൾ. അവിടെ തെരുവ് വിളക്കുകൾ പ്രകാശിക്കുന്നുണ്ടായിരുന്നു. കുട്ടികൾക്കായി ഒരു ചെറിയ ക്ലിനിക്കും കളിക്കളവും പോലും അവിടെ സജ്ജമാണ്. തീരദേശത്ത് നിന്നും കുടിയൊഴിപ്പിക്കപ്പെട്ടവർ എന്ന് താൻ കരുതിയ കുടുംബങ്ങൾ അവിടെ തികച്ചും സുരക്ഷിതരായി കഴിയുന്നു. അബിക്ക് അവിടെ വെറും ഒരു വ്യവസായി ആയിരുന്നില്ല. അവൻ ഓരോ വീടിന്റെയും പടിവാതിൽക്കൽ ചെന്ന് കാര്യങ്ങൾ തിരക്കുന്നുണ്ടായിരുന്നു. ഒരു കുട്ടിയുടെ തലയിൽ തലോടി അവൻ മരുന്ന് നൽകുന്നത് കണ്ടപ്പോൾ നൈനിക സ്തംഭിച്ചു പോയി. പകൽ വെളിച്ചത്തിൽ താൻ കണ്ട കഠിനഹൃദയനായ മനുഷ്യന്റെ മറ്റൊരു മുഖമായിരുന്നു അത്. മോൻ വന്നല്ലോ എന്ന് ആഹ്ലാദത്തോടെ വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് അവിടുത്തെ വൃദ്ധൻ അവനെ സ്വീകരിച്ചത്. ആ വാക്കുകളിൽ ഭയമായിരുന്നില്ല, മറിച്ച് ആഴത്തിലുള്ള സ്നേഹവും ബഹുമാനവുമായിരുന്നു. നൈനികയുടെ ചിന്തകൾ ആകെ കുഴഞ്ഞു മറിഞ്ഞു. താൻ ഇത്രയും കാലം വെറുത്ത മനുഷ്യൻ യഥാർത്ഥത്തിൽ ഒരു രക്ഷകനായിരുന്നുവോ? അവിടെ വെച്ച് അവൾ ആ സത്യം മനസ്സിലാക്കി. അബിക്ക് ഒരു ഇരട്ട ജീവിതം നയിക്കുകയാണ്. അവന്റെ ബിസിനസ് പങ്കാളികളും സ്വാർത്ഥരായ രാഷ്ട്രീയക്കാരും വികസനത്തിന്റെ പേരിൽ ലാഭം കൊയ്യാൻ നിൽക്കുന്നവരാണ്. ഈ പുനരധിവാസ പദ്ധതി അവരറിഞ്ഞാൽ അവർ അത് തകർക്കുമെന്നും പാവപ്പെട്ടവർക്ക് നൽകിയ ഈ ഭൂമി അവർ തട്ടിയെടുക്കുമെന്നും അബിക്ക് ഭയപ്പെടുന്നു. അതുകൊണ്ട് മാത്രമാണ് അവൻ പുറമെ ഒരു വില്ലനായി അഭിനയിക്കുന്നത്. നിയമത്തിന്റെ കണ്ണിൽ കുടിയൊഴിപ്പിക്കൽ നടക്കുന്നു എന്ന് വരുത്തി തീർക്കുമ്പോഴും തന്റെ സ്വകാര്യ സമ്പാദ്യം ഉപയോഗിച്ച് അവൻ അവർക്ക് സ്വർഗം തീർക്കുകയായിരുന്നു. ആ വികാര നിർഭരമായ കാഴ്ചയിൽ മുഴുകി നിൽക്കെ നൈനികയുടെ കാലിൽ ഒരു ടിൻഷീറ്റ് തട്ടി ശബ്ദമുണ്ടാക്കി. ആ സെക്കൻഡിൽ അബിക്കിന്റെ തീക്ഷ്ണമായ നോട്ടം ആ ഇരുട്ടിലേക്ക് നീണ്ടു. അവൻ ടോർച്ച് തെളിയിച്ചു. വെളിച്ചം നൈനികയുടെ മുഖത്ത് പതിച്ചപ്പോൾ അവൾക്ക് ഓടി രക്ഷപ്പെടാൻ കഴിയില്ലായിരുന്നു. താരാ നസീം, നിങ്ങൾ അവിടെ എന്ത് ചെയ്യുകയാണ്? അബിക്കിന്റെ ശബ്ദത്തിൽ അത്ഭുതത്തെക്കാൾ വലിയൊരു അസ്വസ്ഥതയുണ്ടായിരുന്നു. മഴ നനഞ്ഞൊലിച്ച് നിന്ന നൈനികയ്ക്ക് ഇനി ഒരു കള്ളം പറയാൻ മനസ്സ് വന്നില്ല. അവൾ തന്റെ തോളിലെ തിരിച്ചറിയൽ കാർഡ് ഊരിയെറിഞ്ഞു. എന്റെ പേര് താര എന്നല്ല, നൈനിക ദേവ് എന്നാണ്, ദേവരാജ് ദേവിന്റെ മകൾ. ആ വെളിപ്പെടുത്തൽ ഒരു ഇടിമിന്നൽ പോലെ ആ അന്തരീക്ഷത്തിൽ മുഴുങ്ങി. താൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി ഒരു വേലക്കാരുടെ വേഷത്തിൽ തന്നെ ചാരവൃത്തി ചെയ്യുകയായിരുന്നു എന്ന തിരിച്ചറിവ് അബികിനെ തളർത്തി കളഞ്ഞു. അവന്റെ കണ്ണുകളിൽ ദേഷ്യമായിരുന്നില്ല, മറിച്ച് ഒരുതരം നിരാശയായിരുന്നു നിറഞ്ഞത്. അപ്പോൾ നിനക്കെന്നെ പരീക്ഷിക്കണമായിരുന്നു അല്ലേ? അവൻ ശാന്തമായി ചോദിച്ചു. പക്ഷെ ആ ശാന്തതയ്ക്ക് കൊടുങ്കാറ്റിന്റെ കരുത്തുണ്ടായിരുന്നു. നൈനിക വിറക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു, ഞാൻ കരുതിയത് നിങ്ങൾ ക്രൂരനാണെന്നാണ്, ജനങ്ങളെ വഴിയാതരമാക്കുന്ന ഒരാളാണെന്നാണ്. പക്ഷെ നീ കണ്ടത് പകുതി സത്യങ്ങൾ മാത്രമാണ് നൈനിക. അബിഗ് അവളെ തടഞ്ഞു. നീ എന്നെ വിലയിരുത്തിയത് നിന്റെ മുൻധാരണകൾ വെച്ചാണ്. ഒരു മനുഷ്യൻ ചെയ്യുന്ന ജോലിയോ അയാളുടെ പുറമെയുള്ള പെരുമാറ്റമോ നോക്കി അയാളുടെ അന്തരംഗം അളക്കാൻ കഴിയില്ലെന്ന് നീ പഠിച്ചില്ലേ? നീ എന്റെ പദ്ധതികളെ കുറിച്ചല്ല അന്വേഷിച്ചത്, മറിച്ച് എന്റെ സ്വഭാവത്തെയാണ്. നീ ചെയ്തത് വെറും ചാരവൃത്തിയല്ല, നീ എന്റെ വിശ്വാസമാണ് തകർത്തത്. ഈ ഗ്രാമത്തിലെ ഓരോ മനുഷ്യന്റെയും സുരക്ഷ ഇപ്പോൾ നിന്റെ കയ്യിലാണ്. കാരണം വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരാൾക്ക് മുന്നിലാണ് എന്റെ ഏറ്റവും വലിയ രഹസ്യം വെളിപ്പെട്ടിരിക്കുന്നത്. അബിക്കിന്റെ ആ വാക്കുകൾ നൈനികയുടെ ഹൃദയം പിളർക്കുന്നതായിരുന്നു. താൻ ചെയ്തത് എത്ര വലിയ തെറ്റാണെന്ന് അവൾക്ക് ബോധ്യമായി. ഒരു മനുഷ്യന്റെ അന്തസ്സിനെ ചോദ്യം ചെയ്യാനും അയാളുടെ സ്വകാര്യതയിലേക്ക് ഒളിഞ്ഞു നോക്കാനും തനിക്ക് അവകാശമില്ലായിരുന്നു. സത്യം കണ്ടെത്താൻ ഇറങ്ങി തിരിച്ച താൻ അസത്യത്തിന്റെ പാതയിലാണ് സഞ്ചരിച്ചതെന്ന് അവൾ തിരിച്ചറിഞ്ഞു. മഴയുടെ തണുപ്പിനേക്കാൾ വലിയൊരു ശൂന്യത അവളിൽ പടർന്നു. അബിക്സൻ എന്ന മനുഷ്യൻ കല്ല് പോലെയുള്ള ഹൃദയമുള്ളവനല്ല, മറിച്ച് തകർക്കാൻ കഴിയാത്ത ആദർശങ്ങളുള്ള ഒരാളാണെന്ന് തിരിച്ചറിഞ്ഞപ്പോഴേക്കും അവൾക്ക് അവന്റെ മുന്നിൽ തന്റെ മൂല്യം നഷ്ടപ്പെട്ടു കഴിഞ്ഞിരുന്നു. ആ രാത്രി കുന്നിൻ ചെരുവിൽ നിന്നും ഇറങ്ങിപ്പോകുമ്പോൾ നൈനികയുടെ ഉള്ളിൽ താൻ വിചാരിച്ചതിനേക്കാൾ വലിയൊരു ഭാരമുണ്ടായിരുന്നു. അത് ഒരു മനുഷ്യന്റെ വിശ്വാസം തകർത്തതിന്റെ വേദനയായിരുന്നു. നവരംഗ ബന്ദറിന്റെ ആകാശം അന്ന് വല്ലാത്തൊരു ഭാരത്താൽ വീർപ്പ് മുട്ടുന്നത് പോലെ തോന്നി. കുന്നിൻ ചെരുവിലെ ആ രഹസ്യങ്ങൾ വെളിച്ചത്തായതോടെ നൈനികയുടെയും അബിക്കിന്റെയും ലോകങ്ങൾക്കിടയിൽ വലിയൊരു വിള്ളൽ വീണു. താൻ കണ്ടെത്തിയ സത്യങ്ങൾ അബിക്കിന്റെ ഹൃദയവിശാലതയെ കുറിച്ചുള്ളതായിരുന്നുവെങ്കിലും അത് കണ്ടെത്തിയ രീതി അവനെ വല്ലാതെ മുറിപ്പെടുത്തിയിരുന്നു. തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ രഹസ്യം ലോകം അറിയരുതെന്ന് താൻ ആഗ്രഹിച്ച ആ പുനരധിവാസ ഗ്രാമം തന്നെ രക്ഷിക്കാൻ വന്ന ഒരു പെൺകുട്ടിക്ക് മുന്നിൽ തുറന്നു കാട്ടപ്പെട്ടത് അവന് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. അടുത്ത ദിവസങ്ങളിൽ അബിക്ക് ഒരു മൗനത്തിന്റെ മതിലിനുള്ളിലേക്ക് ഉൾവലിഞ്ഞു. നൈനിക എത്ര ശ്രമിച്ചിട്ടും അവനെ ബന്ധപ്പെടാൻ കഴിഞ്ഞില്ല. എന്നാൽ ഈ മൗനത്തേക്കാൾ ഭീകരമായ ഒന്നായിരുന്നു പുറത്ത് നടന്നുകൊണ്ടിരുന്നത്. ആരോ ആ രഹസ്യ കോളനിയെ കുറിച്ചുള്ള വിവരങ്ങൾ മാധ്യമങ്ങൾക്കും അബികിന്റെ ബിസിനസ് എതിരാളികൾക്കും ചോർത്തി നൽകി. വികസനത്തിന്റെ മറവിൽ കോടികളുടെ അഴിമതി, കമ്പനി ഫണ്ട് ഉപയോഗിച്ച് ബിസിനസ് പങ്കാളികൾ അറിയാതെ അനധികൃത നിർമ്മാണം തുടങ്ങിയ തലക്കെട്ടുകൾ പത്രങ്ങളിൽ നിറഞ്ഞു. സെന്റ് മരീൻ ഇൻഫ്രയുടെ ബോർഡ് മീറ്റിംഗുകളിൽ അബിക്കിനെതിരെ പടയൊരുക്കം തുടങ്ങി. ലാഭം മാത്രം ലക്ഷ്യം വെക്കുന്ന അവന്റെ പങ്കാളികൾ അവനെ കുറ്റവാളിയായി മുദ്രകുത്തി. താൻ കാരണം അബിക്കിന്റെ ജീവിതം തകരുകയാണോ എന്ന ഭീതി നൈനികയെ വേട്ടയാടി. ആ രാത്രി താൻ അറിയാതെ തന്റെ പിന്നിലെ മറ്റാരെങ്കിലും കൂടി ഉണ്ടായിരുന്നു.
അതോ തന്റെ ഏതെങ്കിലും നീക്കം അബിക്കിന്റെ ശത്രുക്കൾക്ക് സൂചന നൽകിയോ? ആ കുറ്റബോധം അവളെ തളർത്തി. ഒടുവിൽ അവൾ തന്റെ പിതാവായ ദേവരാജ് ദേവിനോട് എല്ലാം തുറന്നു പറഞ്ഞു. തന്റെ വ്യാജവേഷത്തെക്കുറിച്ചും അബികിന്റെ ഉദാത്തമായ ലക്ഷ്യത്തെക്കുറിച്ചും കേട്ടപ്പോൾ അദ്ദേഹം സ്തംഭിച്ചുപോയി. മോളെ, നീ ചെയ്തത് വലിയൊരു അവിവേകമാണ്, അദ്ദേഹം ഗൗരവത്തോടെ പറഞ്ഞു. എന്നാൽ ഉടൻ തന്നെ അദ്ദേഹം അബികിനെതിരെയുള്ള ആരോപണങ്ങളുടെ പിന്നാമ്പുറം അന്വേഷിച്ചു. ഇത് നിന്റെ അന്വേഷണം കൊണ്ട് മാത്രം സംഭവിച്ചതല്ല നൈനിക. അബികിന്റെ തന്നെ കമ്പനിയുള്ള ചിലരും ഭൂമി ദലാളന്മാരും ചേർന്ന് മെനഞ്ഞെടുത്ത ചതിയാണിത്. അവർക്ക് ആ കുന്നിൻ ചെരിവ് വേണം. അവിടെ റിസോർട്ടുകൾ പണിയാനാണ് അവരുടെ ലക്ഷ്യം. സ്ഥിതിഗതികൾ വഷളായിക്കൊണ്ടിരുന്നു. കുന്നിൻ ചെരിവിലെ ആ സുരക്ഷിത ഗ്രാമത്തിലേക്ക് ഗുണ്ടകളും ദല്ലാളന്മാരും അതിക്രമിച്ചു കയറാൻ തുടങ്ങി. ഇത് നിയമവിരുദ്ധമായ നിർമ്മാണമാണ്, കോടതി വിധിയുണ്ട് എന്ന് പറഞ്ഞ് അവർ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ ഭീഷണിപ്പെടുത്തി. വീണ്ടും തെരുവിലേക്ക് എറിയപ്പെടുമോ എന്ന ഭീതിയിൽ ആ കുടുംബങ്ങൾ കരഞ്ഞു. അബിക്ക് അപ്പോഴേക്കും കമ്പനിയിലെ ആഭ്യന്തര അന്വേഷണങ്ങളിലും നിയമ പോരാട്ടങ്ങളിലും ഒറ്റപ്പെട്ട് കഴിയുകയായിരുന്നു. ഒടുവിൽ ഈ പ്രതിസന്ധിയിൽ അവനെ തനിച്ചാകാൻ നൈനികയ്ക്ക് കഴിഞ്ഞില്ല. അവൾ അബിക്കിന്റെ ഓഫീസിലേക്ക് തിരിച്ചു. പക്ഷെ അവൾക്ക് പ്രവേശനം നിഷേധിക്കപ്പെട്ടു. പുറത്ത് പെയ്യുന്ന കനത്ത മഴയിൽ അവൾ മണിക്കൂറുകളോളം കാത്തുനിന്നു. കോട്ടൺ ചുരിദാർ നനഞ്ഞൊട്ടി. തണുപ്പിൽ വിറയ്ക്കുമ്പോഴും അവൾ മാറിയില്ല. രാത്രി വൈകി ഓഫീസ് വിട്ടിറങ്ങിയ അബിക്ക് കാറിലേക്ക് കയറാൻ തുടങ്ങിയവയാണ് മഴയത്ത് വിറച്ചു നിൽക്കുന്ന നൈനികയെ കണ്ടത്. അവന്റെ കണ്ണുകളിൽ പഴയ തിളക്കമുണ്ടായിരുന്നില്ല, പകരം വല്ലാത്തൊരു ക്ഷീണമായിരുന്നു. നൈനിക അവന്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. അബിക്, പ്ലീസ്, എനിക്ക് നിങ്ങളെ സഹായിക്കണം. ഈ ആരോപണങ്ങൾ തെറ്റാണെന്ന് എനിക്കറിയാം. അച്ഛൻ ഇതിന്റെ പിന്നിലെ സത്യം കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ട്. നമ്മൾ ഒരുമിച്ച്. അവൾ പറഞ്ഞു തീർക്കും മുൻപേ അബിക് കൈ ഉയർത്തി അവളെ തടഞ്ഞു. അവന്റെ സ്വരം ആ രാത്രിയിലെ മഴയേക്കാൾ തണുപ്പുള്ളതായിരുന്നു. സഹായമോ? ആരോടാണ് നീ സഹായം ചോദിക്കുന്നത്? എന്നെ പരീക്ഷിക്കാൻ വന്ന പെൺകുട്ടിയോടോ അതോ എന്റെ വിശ്വാസം കമ്പോളത്തിൽ ലേലം വിളിച്ചവളോടോ? അബിക്, ഞാൻ അറിഞ്ഞുകൊണ്ട് ഒന്നും ചെയ്തിട്ടില്ല. സത്യം തിരിച്ചറിയാൻ നീ സ്വീകരിച്ച പാത തെറ്റായിരുന്നു നൈനിക. അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പോരാട്ടം ഞാൻ നടത്തുന്നത് എന്റെ കമ്പനിക്കുള്ളിലെ ചതിയന്മാർക്കെതിരെയാണ്. പക്ഷെ ഏറ്റവും വലിയ മുറിവ് ഉണ്ടായത് നിന്നിൽ നിന്നാണ്. എനിക്ക് നിന്റെ സഹായമല്ല വേണ്ടത്, എന്നിൽ നിന്നുള്ള നിന്റെ അകലമാണ്. നീ ഇവിടെ നിൽക്കുന്നത് പോലും എന്റെ ശത്രുക്കൾക്ക് നിന്നെ എനിക്കെതിരെ ഉപയോഗിക്കാൻ അവസരം നൽകും. അതുകൊണ്ട് ദയവ് ചെയ്ത് പോകൂ. അബിക്ക് കാറിൽ കയറിപ്പോയി. മഴയത്ത് തനിച്ചായി നൈനികയ്ക്ക് ഒരു കാര്യം ബോധ്യമായി. തകർന്ന വിശ്വാസം വാക്കുകൾ കൊണ്ട് വിളിക്കി ചേർക്കാൻ കഴിയില്ല. സ്നേഹത്തിന് മാപ്പിനേക്കാൾ വലിയൊരു വില നൽകേണ്ടി വരും. പക്ഷെ അവൾ തോറ്റുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. അബികിന്റെ കണ്ണുകളിൽ കണ്ട ആ വേദന മാറ്റാൻ അവൻ സംരക്ഷിച്ച ആ പാവപ്പെട്ടവരുടെ സ്വപ്നങ്ങൾ നിലനിർത്താൻ തന്റെ പ്രവൃത്തിയിലൂടെ മറുപടി നൽകുമെന്ന് അവൾ ആ മഴയെ ഉറപ്പിച്ചു. വിശ്വാസം തകർന്ന മണ്ണിൽ തന്നെ പുതിയൊരു സത്യത്തിന്റെ വിത്ത് പാകാൻ അവൾ തീരുമാനിച്ചു. നവരംഗബന്ധറിന്റെ ആകാശത്ത് മാസങ്ങളായി തങ്ങി നിന്ന കറുത്ത മേഘങ്ങൾ പെയ്തൊഴിയാൻ തുടങ്ങുകയായിരുന്നു. അപമാനത്തിന്റെയും കുറ്റബോധത്തിന്റെയും ആഴങ്ങളിൽ നിന്ന് നൈനിക എന്ന പെൺകുട്ടി ഒരു പുതിയ പോരാളിയായി ഉയർത്തെഴുന്നേറ്റു. പ്രണയവും വിവാഹവും മാത്രമല്ല ജീവിതമെന്നും താൻ തകർത്തു കളഞ്ഞ വിശ്വാസം തിരിച്ചുപിടിക്കാൻ വാക്കുകളല്ല, കഠിനമായ അധ്വാനമാണ് വേണ്ടതെന്നും അവൾ തിരിച്ചറിഞ്ഞു. അബിക്സൻ എന്ന മനുഷ്യൻ തന്റെ സ്വകാര്യ സമ്പാദ്യം മുഴുവൻ ചിലവിട്ട് നിർമ്മിച്ച ആ പുനരധിവാസ ഗ്രാമത്തെ നിയമത്തിന്റെ നൂലാമാലകളിൽ നിന്ന് സംരക്ഷിക്കാൻ അവൾ തന്റെ വിദ്യാഭ്യാസവും പ്രൊഫഷണൽ പ്രാവീണ്യവും ആയുധമാക്കി. ഒരു വ്യവസായിയുടെ മകളെന്ന നിലയിലുള്ള സ്വാധീനമല്ല അവൾ ഉപയോഗിച്ചത്, മറിച്ച് ഒരു മെഡിക്കൽ അഡ്മിനിസ്ട്രേഷൻ വിദഗ്ധ എന്ന നിലയിലുള്ള തന്റെ അറിവായിരുന്നു. നഗരസഭയുടെയും സർക്കാരിന്റെയും പക്കലുള്ള തീരദേശത്തെ ആരോഗ്യ റിപ്പോർട്ടുകൾ അവൾ ആഴത്തിൽ പഠിച്ചു. കടൽക്ഷോഭവും പകർച്ചവ്യാധികളും തീരദേശവാസികളുടെ ആയുർദൈർഘ്യത്തെ എങ്ങനെ ബാധിക്കുമെന്നും സുരക്ഷിതമായ താമസ സ്ഥലം ഒരു ആഡംബരമല്ല, മറിച്ച് ജീവിക്കാനുള്ള അവകാശമാണെന്ന് തെളിയിക്കുന്ന ഒരു ശാസ്ത്രീയ റിപ്പോർട്ട് അവൾ തയ്യാറാക്കി. നഗരസഭയുടെ പൊതുജന ഹിയറിംഗ് ദിവസം ഹാൾ നിറഞ്ഞു കവിഞ്ഞിരുന്നു. അബികിനെ തകർക്കാൻ കച്ചുകെട്ടി ഇറങ്ങിയ ബിസിനസ് പങ്കാളികളും അവർക്ക് ചൂട്ടുപിടിക്കുന്ന ഉദ്യോഗസ്ഥരും മുൻനിരയിലുണ്ടായിരുന്നു. അഴിമതിയും നിയമലംഘനത്തിന്റെ പേരിൽ അബികിനെ കുറ്റവിസ്താരം ചെയ്യാൻ അവർ തയ്യാറെടുത്ത് നിൽക്കുമ്പോഴാണ് നൈനിക വേദിയിലേക്ക് കടന്നു വന്നത്. അവൾ സംസാരിച്ചത് വികാരങ്ങൾ കൊണ്ടായിരുന്നില്ല, കൃത്യമായ കണക്കുകൾ കൊണ്ടായിരുന്നു. ഈ പുനരധിവാസ പദ്ധതി ഒരു കമ്പനിയുടെ ഔദാര്യമല്ല, മറിച്ച് ഈ നഗരം അതിന്റെ പൗരന്മാരോട് ചെയ്യേണ്ട കടമയാണ്. നൈനികയുടെ ശബ്ദം ഹാളിൽ മുഴങ്ങി. കുന്നിൻ ചെരുവിലെ താമസ സ്ഥലം എങ്ങനെയാണ് മത്സ്യത്തൊഴിലാളികളുടെ ആരോഗ്യ നിലവാരം 40% വർദ്ധിപ്പിക്കുന്നതെന്നും കടൽക്ഷോഭത്തിൽ നിന്നുള്ള സുരക്ഷ ദുരന്ത നിവാരണ ഫണ്ടിൽ എത്രത്തോളം ലാഭമുണ്ടാക്കുന്നുവെന്നും അവൾ ഗ്രാഫുകൾ സഹിതം വിശദീകരിച്ചു. അബികിന്റെ പദ്ധതിയെ ഒരു അനധികൃത നിർമ്മാണം എന്നതിന് പകരം മാതൃകപരമായ പുനരധിവാസം എന്ന് പുനർനാമകരണം ചെയ്യാൻ ആ റിപ്പോർട്ട് അനധികൃതരെ പ്രേരിപ്പിച്ചു.
അബിക്കിനെതിരെ ചതിയുടെയും അഴിമതിയുടെയും കഥകൾ മെനിഞ്ഞ ദല്ലാളന്മാർക്കും സ്വാർത്ഥരായ പങ്കാളികൾക്കും മറുപടി പറയാൻ കഴിഞ്ഞില്ല. ഒരു ആരോഗ്യ വിദഗ്ധയുടെ ശാസ്ത്രീയമായ കണ്ടെത്തലുകൾക്ക് മുന്നിൽ അവരുടെ ബിസിനസ് താല്പര്യങ്ങൾ തകർന്നു വീണു. നഗരസഭ കൗൺസിൽ ആ പദ്ധതിയെ ഔദ്യോഗികമായി അംഗീകരിച്ചു എന്ന് മാത്രമല്ല, അതിനെ ഒരു സർക്കാർ സ്പോൺസേർഡ് പ്രൊജക്റ്റായി മാറ്റാനും ഉത്തരവിട്ടു. അതോടെ ആ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് തങ്ങളുടെ വീടുകളിൽ മേൽ നിയമപരമായി അവകാശം ലഭിച്ചു. ഗുണ്ടകളുടെ ഭീഷണിയോ ഒഴിപ്പിക്കൽ ഭീതിയോ ഇല്ലാതെ അവർക്ക് സമാധാനമായി ഉറങ്ങാൻ കഴിയുന്ന കാലം വന്നു. ആഴ്ചകൾക്ക് ശേഷം കുന്നിൻ ചെരുവിലെ ആ കോളനിക്ക് മുകളിലുള്ള പാറപ്പുറത്ത് കടലിനെ നോക്കി നിൽക്കുകയായിരുന്നു നൈനിക. താഴെ കോളനിയിൽ വിളക്കുകൾ തെളിഞ്ഞു തുടങ്ങിയിരുന്നു. അകലെ കടൽ ശാന്തമായി ഇരുമ്പുന്നു. പിന്നിൽ ഒരു കാൽപെരുമാറ്റം കേട്ട് അവൾ തിരിഞ്ഞു നോക്കി. അത് അബികായിരുന്നു. മാസങ്ങളായി അവന്റെ മുഖത്ത് കണ്ടിരുന്ന ആ കടുപ്പവും ക്ഷീണവും മാറിയിരുന്നു. നീ എന്തിനാണ് ഇത് ചെയ്തത്? അബിക് ശാന്തമായി ചോദിച്ചു. അവന്റെ സ്വരത്തിൽ പഴയ ദേഷ്യമുണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് വേണ്ടിയല്ല അബിക്, നൈനിക പുഞ്ചിരിയോടെ പറഞ്ഞു. സത്യത്തിന് വേണ്ടിയാണ്. പിന്നെ താരാൻ നസീമായിരുന്നപ്പോൾ ഞാൻ കണ്ട ആ പാവപ്പെട്ടന്റെ കണ്ണയിലെ പ്രതീക്ഷയ്ക്ക് വേണ്ടിയും. എന്റെ തെറ്റിന് പ്രായശ്ചിത്തം ചെയ്യാൻ എനിക്ക് ഇതിലും നല്ലൊരു വഴി അറിയില്ലായിരുന്നു. അബിക് അല്പനേരം നിശബ്ദനായി നിന്നു. പിന്നെ അവൻ അവളുടെ അടുത്തേക്ക് വന്ന് പറഞ്ഞു. വിശ്വാസം തകർന്നാൽ അത് തിരിച്ചു പിടിക്കാൻ കഴിയില്ല എന്നാണ് ഞാൻ കരുതിയിരുന്നത്. പക്ഷെ നീ തെളിയിച്ചത് മറ്റൊന്നാണ്. വാക്കുകളെക്കാൾ വലിയ സത്യം പ്രവൃത്തിയിലാണെന്ന് നീ എന്നെയും പഠിപ്പിച്ചു. നമ്മുടെ വിവാഹത്തെക്കുറിച്ചോ പഴയ ആലോചനകളെക്കുറിച്ചോ ഇപ്പോൾ ഞാൻ ഒന്നും പറയുന്നില്ല. പക്ഷെ നമുക്ക് ഒരുമിച്ച് ഈ പാവങ്ങൾക്കായി പ്രവർത്തിക്കാം. ഒരു പങ്കാളിയായി നൈനികയ്ക്ക് എന്റെ കൂടെ നിൽക്കാമോ? നൈനികയുടെ കണ്ണുകൾ ഈറനണിഞ്ഞു. പ്രണയത്തിന്റെ അതിഭാവുകത്വങ്ങളില്ലാതെ ഉത്തരവാദിത്തങ്ങളിൽ അധിഷ്ഠിതമായ ആ വാഗ്ദാനം അവൾ ഹൃദയപൂർവ്വം സ്വീകരിച്ചു. അതൊരു നല്ല തുടക്കമായിരിക്കും അബിക്, അവൾ മറുപടി നൽകി. നവരംഗ ബന്ദർ എന്ന നഗരം ആ രാത്രിയിൽ സാക്ഷ്യം വഹിച്ചത് രണ്ട് വ്യക്തികളുടെ പുനർജന്മത്തിനായിരുന്നു. ചതിയുടെയും അവിശ്വാസത്തിന്റെയും ചാരത്തിൽ നിന്ന് ഉത്തരവാദിത്തത്തിന്റെയും കരുണയുടെയും പുതിയൊരു ബന്ധം അവിടെ തളിർത്തു. കടൽക്കാറ്റിന് ഇപ്പോൾ ഉപ്പിന്റെ ഗന്ധം മാത്രമായിരുന്നില്ല, മറിച്ച് വരാനിരിക്കുന്ന ഒരുപാട് നല്ല നാളുകളുടെ പ്രതീക്ഷയുടെ സുഗന്ധം കൂടിയായിരുന്നു. നഗരത്തിലെ ആഡംബര സൗധങ്ങളിലല്ല, മറിച്ച് സാധാരണക്കാരുടെ പുഞ്ചിരിയിലാണ് യഥാർത്ഥ വികസനമെന്ന് ആ രാത്രിയിലെ ചന്ദ്രപ്രകാശത്താൽ നവരംഗ ബന്ദർ തിരിച്ചറിഞ്ഞു.